മഞ്ഞൊക്കെ കാണാൻ മൂന്നാർ വരെ പോകേണ്ടത് വലിയ ആവശ്യമുണ്ട്. കാഞ്ഞിരപ്പള്ളി തന്നെ മഞ്ഞ് കാണാൻ പറ്റൂലോ. നമുക്ക് കണ്ടാലോ, നമുക്ക് കഥയും പാട്ടും എല്ലാം കേട്ട് ഒരു യാത്ര പോയാലോ. ഞങ്ങളുടെ വെല്ലാപ്പച്ചിക്ക് ഒരു സ്കൂട്ടറുണ്ട്. എന്നും കഴുകും തുടക്കുകയും വൃത്തിയാക്കി വെക്കുകയൊക്കെ ചെയ്യും. വെല്ലാപ്പച്ചി ഗൾഫിൽ നിന്ന് വന്നിട്ട് ആ സ്കൂട്ടറിലാണ് ഓടിക്കാൻ പിടിച്ചത്. 10 വർഷം വെല്ലാപ്പച്ചി സ്കൂട്ടർ ഉണ്ടായി. വെല്ലാപ്പച്ചി സ്കൂട്ടറൊക്കെ കഴുകുന്ന കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്ന കഥയുടെ പേരാണ് ശബ്ദിക്കുന്ന കൽപ്പ. ഒരു കർഷകനും ഒരു കാളയുണ്ടായിരുന്നു. ഈ കർഷകന് കാളേനെ ഭയങ്കര ഇഷ്ടമാണ്. കാള ഭക്ഷണം കഴിച്ചിട്ട് കർഷകൻ ഭക്ഷണം കഴിക്കുന്നത്. ഈ കൃഷിയൊക്കെ കാളയുടെ പുറത്ത് കലപ്പ കെട്ടി വെച്ചിട്ട് കർഷകൻ മണ്ണി കൃഷി ചെയ്യാൻ പോകും. ഈ കൃഷി ചെയ്യുമ്പോ ഒക്കെ ഈ കാളയാണെങ്കിൽ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും. കർഷകൻ കാളേനെ കുളിപ്പിക്കും, വൃത്തിയാക്കും, സംസാരിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. ഒരു ദിവസം ഈ കർഷകന്റെ മകളുടെ കല്യാണം ഉറപ്പിച്ചു. അപ്പം ഈ കർഷകന്റെ കയ്യില് ഒരു 5 രൂപ പോലും ഇല്ല. ഈ കർഷകൻ കാളനെ വിഷമത്തോടെ വിറ്റു. കുറേ ദിവസം കഴിഞ്ഞിട്ട് കർഷകന്റെ ഭാര്യ ഈ പൈസ കർഷകന്റെ കൈ കൊടുത്തിട്ട് സ്വർണം മേടിക്കാൻ വേണ്ടി കടയിലോട്ട് പറഞ്ഞു വിട്ടു. ചന്തയുടെ സൈഡിൽ കൂടെയൊക്കെയാണ് കടയിലോട്ട് പോകുന്നത്. അപ്പൊ അയാളുടെ കാള ചന്തയിൽ നിൽക്കുന്നുണ്ട്. ഉണങ്ങി മുറിവൊക്കെ പറ്റി, കാലിലെ മുറിവൊക്കെ പറ്റി കിടക്കുക. അപ്പം വിഷമത്തോടെ അയാളാണെങ്കിൽ കയ്യിലുള്ള പൈസയും കൊടുത്ത് കാളനെ മേടിച്ചു. ഇയാളാണെങ്കിൽ സ്വർണമൊന്നും മേടിക്കാതെ കാളനുമായിട്ട് വീട്ടിലോട്ട് പോയി. അവിടെ വീട്ടിൽ ചെന്നപ്പം ഭാര്യ ഭയങ്കര വഴക്ക് പറഞ്ഞു. ഇനിയിപ്പൊ എങ്ങനെ കല്യാണം നടക്കും? എന്തായാലും കാളനെ കിട്ടിയ സന്തോഷത്തിൽ അയാൾ കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോ അയാളെ നോക്കിയപ്പം കാള ചത്തു കിടക്കുക. അപ്പൊ അവിടെ ഒരു കലപ്പയെന്ന് ഒരു പല്ല് കിടന്ന് ചലക്കുക. അതാണ് ശബ്ദിക്കുന്ന കൽപ്പ. അപ്പൊ നമ്മളെ കഥയൊക്കെ കേട്ട് യാത്ര പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് കൂവപ്പള്ളിയിലെ അമൽജ്യോതിയുടെ ഫ്രണ്ട് വശത്തുള്ള പൈനാപ്പിൾ തോട്ടം. വെയിലൊക്കെ കൂടിയോണ്ടാണെന്നാ തോന്നുന്നത്. മേലെല്ലാം ഗ്രീൻ നെറ്റെല്ലാം വിരിച്ചിട്ടുണ്ട്. കൂവപ്പള്ളിയിൽ നിന്ന് പഞ്ചേപ്പള്ളി വഴിയാണ് നമ്മുടെ യാത്ര. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഒരു വീട്, ചുറ്റും പൈനാപ്പിൾ തോട്ടം. ഈ 2 ചേട്ടന്മാരും രാവിലെ മഞ്ഞിൽ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്നാ തോന്നുന്നത്. ഇതാണ് സെന്റ് മേരീസ് റബ്ബർ ഫാക്ടറി. ഇവിടെ കുറെ ലോറികളുണ്ട്. ഇവിടെ ഒരു ATM. ഞാൻ കരുതി പുക വിടുന്നതായിരിക്കും തീ കത്തിച്ചിട്ട്, പക്ഷേ ഇത് വെള്ളം ചിരിഞ്ഞാണ്. ഇവിടെ നിറച്ച് മഞ്ഞാണ്. മഞ്ഞ് കാണുന്നവർ രാവിലെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ നല്ല രസമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ്. ഈ റബ്ബർ തോട്ടത്തിന്റെ എല്ലാത്തിന്റെ ഇടയ്ക്ക് ഒരു പോസ്റ്റ് ഓഫീസ്, ചെറിയൊരു പോസ്റ്റ് ഓഫീസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് പഞ്ചേപ്പള്ളി. ഇവിടെ ഒരു സ്കൂളും ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലെത്തി. ഇവിടെ ആൾക്കാർ രാവിലെ കടയൊക്കെ തുറക്കുന്നേ ഉള്ളൂ. മീൻ വണ്ടി, പച്ചക്കറി വണ്ടി, തേങ്ങാ വണ്ടി ഒക്കെ വന്ന് നിൽക്കുക. ഇന്നത്തെ യാത്ര നല്ല രസമല്ലേ?